വെടിനിർത്തലിനും ചർച്ചയ്ക്കും ഞങ്ങളില്ലെന്നും അത്തരം വെടിനിർത്തലുകളും ചർച്ചകളും കൊണ്ട് യാതൊരു കാര്യവുമില്ലെന്നും അതുകൊണ്ട് വെടിനിർത്തൽ ആവശ്യമുള്ളവർ പോയി അമേരിക്കയോട് സംസാരിക്കാനാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മറുപടി. എന്ന് മാത്രമല്ല, അവർ ഇന്ന് അവകാശപ്പെടുന്നത് UAEയിലെ US ബേസുകൾ അടിച്ച് തരിപ്പണമാക്കിയെന്നും ആ ബേസിൽ നിന്നാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന സ്കൂളുകളെ ആക്രമിക്കാനുള്ള യുദ്ധവിമാനങ്ങളും മിസൈലുകളും തൊടുത്തുവിട്ടതെന്നും അത് പൂർണ്ണമായും തകർന്നതോടെ തങ്ങളുടെ ആ ലക്ഷ്യം പൂർത്തിയായെന്നുമാണ് ഇറാൻ്റെ അവകാശവാദം. അതോടൊപ്പമാണ് സീസ് ഫയറിനോ ചർച്ചയ്ക്കോ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് വളരെ കൃത്യമായി വിദേശകാര്യമന്ത്രി മാധ്യമങ്ങളോട് ഒരു ചർച്ചയിൽ ഇടപെട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ദേ ഇങ്ങനെയാണ്. We are not asking for a ceasefire, and we don't see any reason why we should negotiate with the US. When we negotiated with them twice, and every time they attacked us at the middle of negotiations. So there is no request for a ceasefire by us, and there is no request for the negotiation with the US from us. We have never sent any messages to them. Right now you're saying Iran does not want a ceasefire. അദ്ദേഹം പറഞ്ഞത്, ഇടയ്ക്ക് US പ്രസിഡന്റ് പറഞ്ഞല്ലോ വെടിനിർത്തലിന് ചില നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അത് കൃത്യമായി തള്ളിക്കളയുകയാണ്. അദ്ദേഹം പറയുന്നു, അങ്ങനെ ഒരു വെടിനിർത്തൽ അവരുമായി സംസാരിച്ചിട്ടേയില്ല, അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം സംസാരിച്ചാൽ ആ സംസാരത്തിൻ്റെ മധ്യയാണ് അവർ രാജ്യത്തെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു മെസ്സേജും അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുമില്ല, അങ്ങനൊരു സീസ് ഫയറിന് ഒരുക്കവുമല്ല എന്നതാണ് ഇറാൻ്റെ നിലപാട്. അതുകൂടാതെയാണ് ഇറാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞത്. UAEയിലെ US ബേസിൽ നിന്നാണ് തങ്ങളുടെ കുട്ടികളെ ആക്രമിക്കാനുള്ള മിസൈൽ ലോഞ്ച് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ ആ ബേസ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ആയിരുന്നുവെന്നും അത് കൃത്യമായി ഞങ്ങൾ അടിച്ച് തകർത്തു എന്നുമാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ഏതായാലും ആ സംഭവം വളരെ ഗൗരവമായ ചർച്ചകൾക്ക് ഇട നൽകിയിട്ടുണ്ട്. അത്രമേൽ എന്തിനാണ് UAEയെ ആക്രമിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായിരുന്നു ഇറാൻ യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ പറഞ്ഞു വച്ചത്. അതോടൊപ്പമാണ് തങ്ങൾ ഒരിക്കലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സീസ് ഫയറിനോ ചർച്ചയ്ക്കോ ഒരുക്കമല്ലെന്നും അത്തരമൊരു ചർച്ചയ്ക്ക് അനുയോജ്യരല്ല അമേരിക്ക എന്നുമുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ചൈന മധ്യസ്ഥയാവാം എന്ന തരത്തിൽ മുന്നോട്ട് വന്നിരുന്നു. അത് എങ്ങുമെത്തിയ നിലയിലല്ല. യുദ്ധം വല്ലാതെ നീണ്ടുപോയാൽ അത് ലോക സാമ്പത്തിക വിപണിയെ ആകെ ബാധിക്കും എന്നുള്ളതിൻ്റെ സൂചന നൽകി തുടങ്ങിയിരിക്കുന്നു. 10% എണ്ണവില ഉയർന്നിട്ടുണ്ട്.